സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പ്രഭാതം എന്ന ഈ വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്: അവഗണന എന്ന നിന്റെ നിലവിളിയും ദൈവത്തിൻ്റെ സന്തോഷവും. ഈ ടൈറ്റിലിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 3 വാക്യങ്ങളെ വായിച്ച് നമുക്ക് ആരംഭിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 46-50 വാക്യങ്ങൾ, ഒപ്പം 28-ാം അധ്യായം 7-ാമത്തെ വാക്യവും. വാക്യം 46: ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. വാക്യം 50: യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. വാക്യം 7: അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവഗണിക്കപ്പെട്ടവൻ്റെ, കൈവിടപ്പെട്ടവൻ്റെ ഹൃദയം തകർന്ന നിലവിളി. ആ നിലവിളിയിൽ സന്തോഷിക്കുന്ന ശത്രുക്കളുടെ കൂട്ടം. ആ നിലവിളി കേട്ട് തങ്ങളുടെ സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും അസ്തമിച്ചു പോയ മറ്റൊരു ചെറിയ വിവാഹം പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നവർ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇതി കർത്തവ്യമൂഢരായി ആ ക്രൂശിന് ചുവട്ടിൽ മാറിയും തിരിഞ്ഞും നിൽക്കുന്നവർ. ഒരു വലിയ അവഗണനയും അതേ തുടർന്നുണ്ടാകുന്ന ചില കാര്യങ്ങളും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ സർവശക്തനായ ദൈവം തന്നെ കൈവിട്ടു എന്ന തിരിച്ചറിവിൽ നിലവിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന് മുകളിൽ. അവിടെ നിന്ന് ദൈവകൃപയാൽ നാം ചിന്തിച്ചു തുടങ്ങുകയാണ്. 3 കാഴ്ചപ്പാടുകളിലൂടെ ഈ വിഷയവുമായി നമ്മൾ മുൻപോട്ട് പോകുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടായിരുന്നാട്ടെ. ഒന്നാമതായി നാം ചിന്തിക്കുവാൻ പോകുന്നത് ശിഷ്യന്മാരുടെ വിഭാഗത്തെ മുൻനിർത്തിയത്രേ. നമുക്ക് ആ ശിഷ്യന്മാർക്കൊപ്പം അല്പദൂരം മുൻപോട്ട് പോകാം. വലിയ നിലവിളി അവരുടെ ജീവിതത്തിൽ അത് വലിയ ആഘാതം ഏൽപ്പിക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന, ആരുമല്ലാതിരുന്ന, ആരുടെ മുമ്പിലും അറിയപ്പെടാതിരുന്ന ആ ശിഷ്യന്മാർ, അവരെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു. അവരുടെ നിലനിൽപ്പ്, അവരുടെ സ്വപ്ന തുല്യമായ ജീവിതം, അവരുടെ ഭാവി പ്രതീക്ഷകൾ അതേ പരാജയമായിരുന്നു. കർത്താവിനെ കണ്ടുമുട്ടുന്ന നാളുകളിൽ അവൻ്റെ വാക്ക് കേട്ടു, അവനെ വിശ്വസിച്ചു, അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അന്ന് വരെ കേട്ടതാണ്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. അത്ഭുതങ്ങളെ കേട്ടവരിൽ നിന്ന് അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് അത്ഭുതങ്ങളെ അനുഭവിക്കുന്നവരായി, മാത്രമല്ല അത്ഭുതങ്ങളെ ചെയ്തവരായി അവർ മാറി. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ദൈവമുണ്ട്, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, അനേകരുടെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ട് എന്നൊരു കേൾവി മാത്രമാണ് നിനക്കുള്ളതെങ്കിൽ ചിലത് വിട്ട് എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്ക്. ആ അത്ഭുതങ്ങളെ നീ അനുഭവിക്കുവാൻ തുടങ്ങും. അല്ല, ആ അത്ഭുതങ്ങളിൽ നീ പങ്കാളിയാകുവാൻ തുടങ്ങും. നീ ആ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരായി മാറും യേശുവിൻ നാമത്തിൽ. ഇന്ന് പകലിലും ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന പറയുക. ചിലത് വിട്ട് ഇറങ്ങിത്തിരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ അത്ഭുതം തിന്ന് തൃപ്തി പ്രാപിക്കുന്ന വലിയ കൂട്ടത്തിന് മധ്യത്തിൽ വലുത് ചുമന്ന് നടക്കുവാൻ, കുട്ടയോടെ ചുമന്ന് നടക്കുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവം ഈ പകലിലും നിന്നെ വിളിക്കുന്നുണ്ട്. അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നീ അത്ഭുതങ്ങളെ ചുമക്കുന്നവരായി മാറും. ഔവിധത്തിൽ അത്ഭുതങ്ങളെ ചുമന്നവരായി അവർ മാറി. ഇന്നലകളിലെ അറിയപ്പെടാത്ത അനുഭവം മാറിപ്പോ ചുറ്റുമുള്ളവരൊക്കെയും അറിയുന്നവരായി അവർ മാറി. പെട്ടെന്ന് ഒരു വലിയ നിലവിളി ക്രൂശിൻ്റെ മുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. ആ നിലവിളിക്കപ്പുറം അവർ തിരിച്ചറിയുന്നു, അവരുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി. അവരുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോയി. കണ്ണുനീരിൻ്റെ അർദ്ധരാത്രി, ഭയപ്പാട്, നിരാശ, എന്ത് ചെയ്യണമെന്നറിയാത്ത, വല്ലാത്ത ഭാരപ്പെടുത്തുന്ന ശോകമുഖമായ അന്തരീക്ഷം. 2 രാത്രികൾ കടന്നുപോയി. 3-ാമത്തെ പ്രഭാതം പൊട്ടിവിടർന്നു. ആ കല്ലറവാതിൽക്കൽ അവൻ്റെ ശരീരത്തിൽ സുഗന്ധം പൂശുവാൻ കടന്നു ചെയ്യുന്നവർ അവിടെ കേൾക്കുന്ന ഒരു ശബ്ദം: അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നിങ്ങളോട് പറഞ്ഞതുപോലെ. അവൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഗലീലയിൽ വെച്ച് അവൻ നിങ്ങളെ സന്ദർശിക്കും. വലിയ കണ്ണുനീരിനും വലിയ വേദനയിലും വലിയ നിരാശയിലുമായിരുന്നവർ ആ ശബ്ദം കേൾക്കുകയാണ്. അത് കേൾക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പോയി പറയുവിൻ, അവൻ നിങ്ങളെ ഗലീലയിൽ വെച്ച് മീറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതേ പ്രിയരെ, ഇന്ന് പകലിലും എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ പലതും നഷ്ടപ്പെട്ടവരായി, വലിയ പ്രതിസന്ധി, വലിയ
പ്രതികൂലം ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ നിലനിൽപ്പിന് കാരണമായി തീർന്ന, നിങ്ങളെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച, ഒരു കാലത്ത് ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതാക്കി തീർത്ത, നിങ്ങൾ പലതും ഉള്ളവനായി തീരുവാൻ കാരണമായി തീർന്ന പലതും നഷ്ടപ്പെട്ടു പോയി ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവോ? കരഞ്ഞു തീർക്കുവാൻ രാത്രികൾ മാത്രം മുൻപിലുണ്ടെന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നീ ആ ശബ്ദം കേൾക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അത് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. നിന്റെ നന്മ അതേ ശത്രു അടച്ചു വെച്ച സ്ഥാനത്ത് നിന്ന് അത് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഒരു ശത്രുവിനും അടച്ചു വയ്ക്കുവാൻ കഴിയാത്തവനായി അതേ ആട്ടിൻകുട്ടിയെ പോലെ തച്ച് തകർത്ത് ആ കല്ലറയിലേക്ക് എറിയപ്പെട്ടവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി പുറത്തു വന്നതുപോലെ നിന്റെ കൺമുമ്പിൽ നിന്ന് അതേ ശത്രു പിടിച്ചു കൊണ്ടുപോയത് യേശുവിൻ നാമത്തിൽ, പീലാത്തോസിന്റെ കൽപ്പനയാൽ ഭടന്മാർ പിടിച്ചു കൊണ്ടുപോയത്, റോമിലെ അധികാരികളുടെ ബലത്തിൽ കല്ലറയ്ക്കുള്ളിൽ ആക്കപ്പെട്ടത്, മുദ്രയിടപ്പെട്ടത്, കാവൽ ചെയ്യപ്പെട്ടത്, ആ കല്ലറകളെ പൊട്ടിച്ച് കാവലാളുകളുടെ കൈബലത്തെ നിഷ്ഫലമാക്കി അത് പുറത്തു വന്നുവെങ്കിൽ അതേ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അത് ഇന്നലകളിൽ ബലഹീനമായിരുന്നു, ശക്തിയില്ലാത്തതായിരുന്നു, ആർക്കും പിടിച്ചെടുക്കുവാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഈ കണ്ണുനീരിന്റെ രാത്രിക്കപ്പുറം അത് നിന്റെ ജീവിതത്തിൽ മടങ്ങി വരിക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ പിടിച്ചടക്കുവാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ആ നന്മ, അതേ സഹോദര നിന്റെ ജോലി സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയ നിന്റെ തൊഴിലവസരം യേശുവിൻ നാമത്തിൽ അത് തിരികെ വരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലകളിൽ ശത്രുവിന് കീഴടക്കുവാൻ തക്കവണ്ണം അത് ദുർബലമായിരുന്നു. അതുകൊണ്ട് അതിനെ പിടിച്ചടക്കുവാൻ ആർക്കും കഴിയുമായിരുന്നു. നിന്റെ വാഗ്ദത്തമാണ്, നിന്നെ നിലനിർത്തുമാറാക്കിയതാണ്, നിന്റെ സന്തോഷമാണ്, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നതാണ്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ യേശുവിനെ അവർക്ക് ലഭിച്ചതുപോലെ കിട്ടിയതാണ്. എന്നാൽ അധികാരികൾ വിചാരിച്ചപ്പോൾ, മുകളിലുള്ളവർ തീരുമാനങ്ങൾ എടുത്തപ്പോൾ, ശത്രു നിനക്ക് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി ഒത്തുചേർന്നപ്പോൾ അത് നഷ്ടപ്പെട്ട അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടായി. അതേ നിലവിളി നീ കേട്ടതാണ്, നഷ്ടപ്പെടലിന്റെ വേദനയുടെ നിലവിളി. ആ കണ്ണുനീർ നിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഈ രാത്രി കഴിഞ്ഞു പോകും. ആ നന്മ യഹൂദ ഗോത്രത്തിലെ സിംഹമായി നസ്രനായ യേശു പുറത്തു വന്നതുപോലെ അത് നിന്റെ ജീവിതത്തിൽ പുറത്തു വരും. ഈ കൊറോണ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ ആ നന്മ യേശുവിൻ നാമത്തിൽ, തൊഴിലിടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ നന്മ അത് നിന്റെ ജീവിതത്തിൽ തിരികെ വരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിന്നെ മീറ്റ് ചെയ്യുവാൻ പോകുക. ഓ ഹല്ലേലൂയ! തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോയി പറയുവിൻ. വളരെ കുറച്ചു പേരാണ് കല്ലറ വാതിൽക്കൽ പ്രിയനായവന്റെ ശരീരം കാണുവാൻ കടന്നുപോയത്. തങ്ങളുടെ പ്രതീക്ഷകളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിക്കുവാൻ തക്കവണ്ണം ആ കല്ലറ വാതിൽക്കൽ കടന്നുപോയവർ, ആ ശരീരത്തിൽ സുഗന്ധവർഗം പൂശി അവൻ നഷ്ടപ്പെട്ടെന്ന് റിയാലിറ്റിയെ ഉറപ്പിക്കാൻ കടന്നുപോയവർ, അവർ കേൾക്കുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പായി അവൻ ഗലീലയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ വച്ച് അവൻ മീറ്റ് ചെയ്യും. പോയി പറയുവിൻ യേശുവിൻ നാമത്തിൽ. ആ ശബ്ദം നീ കേൾക്കുകയാണ്. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നിന്റെ നന്മ പുറത്തു വന്നിട്ടുണ്ട്. ആ അനുഗ്രഹം അത് പുറത്തു വന്നിട്ടുണ്ട്. അത് നിന്നെ മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അത് നിനക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതേ സഹോദരി, നിന്നെ നീയാക്കി മാറ്റിയ, നിന്നെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച സ്വപ്നതുല്യമായ കുടുംബജീവിതം എൻ്റെ കർത്താവ് നിനക്ക് നൽകി. അതിൽ നീ സന്തോഷിച്ചു, ദൈവത്തെ സ്തുതിച്ചു. പെട്ടെന്ന് സകല പ്രതീക്ഷകളും അസ്തമിപ്പിച്ചുകൊണ്ട് കണ്ണുനീർ ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവമായി അത് നഷ്ടപ്പെട്ടു പോയി. നിന്റെ കുടുംബജീവിതം കൺമുമ്പിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ ദാമ്പത്യ ജീവിതം അത് നഷ്ടപ്പെട്ടു പോയി. ഭർത്താവിൻ്റെ പേരിനൊപ്പം പേര് ചേർത്ത് അറിയപ്പെടുവാൻ തക്കവണ്ണം ദൈവം നിന്നെ മാനിച്ചു, നിന്നെ സ്നേഹിച്ചു. സന്തോഷമായി നീ മുൻപോട്ട് പോയി. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ നിന്നെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ആ കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾക്ക് തന്ന കുടുംബജീവിതം സന്തോഷമായി മുൻപോട്ട് പോയി. പെട്ടെന്ന് അത് നഷ്ടപ്പെട്ട അനുഭവത്തിൽ ആയിരിക്കുന്നു. കേൾക്ക്, കൂട്ടം കൂടിയ ഒരു ശത്രുവിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ നിയമങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് അത് പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിന്നോട് തന്നെ കോടതിയിൽ നിന്ന് കിട്ടിയ ആ തീർപ്പ് മാറ്റി എഴുതപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ കണ്ണുനീരോടെ നീ സമ്മതിച്ച ആ വിധി മാറ്റി എഴുതപ്പെടുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഭാര്യ നിന്റേതായി തിരികെ വരുന്ന കൃപയ്ക്കായി, നിന്റെ ഭർത്താവ് നിന്റേതായി തിരികെ വരുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ. ഇന്നലകളിൽ അതിന് ശത്രു കീഴടക്കിയെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ പോലെ തച്ച് തകർത്ത് കല്ലറയ്ക്കുള്ളിൽ എറിഞ്ഞു കളഞ്ഞത്, ആ കല്ലറകളെ തകർത്ത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി പുറത്തു വന്നതുപോലെ ഇന്നലകളിൽ അത് നിന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് ദുർബലമായിരുന്നു. ആ ബന്ധം ദുർബലമായിരുന്നു. അതേന്നെ, ഭർത്താവ് എന്ന ബന്ധം വളരെ വീക്കായിരുന്നു, ഭാര്യ എന്ന ബന്ധം വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചറിഞ്ഞ് നീ കണ്ണുനീരോടെ രാത്രികൾ കഴിച്ചു കൂട്ടവേ, തിരിച്ചറിയ ഒരു പ്രഭാതം നിനക്ക് മുൻപിലുണ്ട്. ആ നന്മ നിന്റേതായി മാറുവാൻ പോകുക. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ കുടുംബം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഒരു ശത്രുവിനും ഒരു അധികാരികൾക്കും ഒരു കൂട്ടം കൂടുന്ന ചെന്നായ്ക്കൾക്കും പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം കൊന്നു മുടിച്ചു എന്ന് ശത്രു അവകാശം പറഞ്ഞത്, അത് ജീവൻ പ്രാപിച്ച് നിന്റെ ജീവിതത്തിൽ തിരികെ വരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനൊരു ഉയർപ്പുണ്ട്. നിന്റെ നന്മകൾക്ക്, നിന്റെ സന്തോഷത്തിന്, നിന്റെ നിലനിൽപ്പിന് സഹോദരി സഹോദര ഒരു ഉയർപ്പുണ്ട്. അതേ മാതാവി, നിന്റെ തലമുറകളുടെ ഭാവി അതിനൊരു ഉയർപ്പുണ്ട്. അതിനെ എത്രമാത്രം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് കൊന്നുമുടിച്ച് കല്ലറയിൽ ഒതുക്കിയെന്ന് ശത്രു അവകാശം പറഞ്ഞാലും അത് മുഖാന്തരം നീ കണ്ണുനീരോടെ കരയുന്ന ഈ രാത്രികൾക്കപ്പുറം ഉയർപ്പിന്റെ ഒരു പ്രഭാതം നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ തലമുറകളുടെ ഭാവി അത് പുറത്തു വരുന്നത് നീ കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നീ സ്വപ്നം കണ്ടതിന് അപ്പുറമായി സ്തോത്രം. ഇന്നലകളിൽ ചില കുറവുകളുടെ പേരിൽ അവർ ബന്ധിക്കപ്പെട്ടു എങ്കിൽ, ചില കുറവുകളുടെ പേരിൽ പലതും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, യേശുവിൻ നാമത്തിൽ ശക്തിയുള്ളത്, ഒരു ശത്രുവിനെ പിടിച്ചടക്കുവാൻ കഴിയാത്തത് അവരെ നിലനിർത്തുന്നതായി അത് തിരികെ വരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ തലമുറകളുടെ ഭാവി, അത് നഷ്ടപ്പെട്ടു പോയ ആ ഭാവി, നിന്റെ മകളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഭാവി, ആ ആരോഗ്യം അത് തിരികെ വരുന്ന കൃപയ്ക്കായി, ആ രോഗ കിടക്കയിൽ നിന്ന് അവൾ എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ സഹോദര, അതേ സഹോദരി, ആ രോഗം പെട്ടെന്ന് കടന്നു വന്നു, നിന്റെ ആരോഗ്യത്തെ കവർന്നു കൊണ്ടുപോയി, നിലനിൽപ്പ് അസാധ്യമായി തീർന്നിരിക്കുന്നു. ആ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുവാൻ കഴിയാതെ, ഭവനത്തിനകത്ത് മക്കളുടെ, ഭാര്യയുടെ, കുടുംബത്തിന്റെ കാര്യം നോക്കുവാൻ കഴിയാത്തവനായി വല്ലാതെ ഭാരപ്പെട്ട്, വല്ലാതെ നിരാശപ്പെട്ട്, കണ്ണുനീർ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ബാക്കിയെന്ന് ചിന്തിച്ച് ആ ശിഷ്യന്മാരെ പോലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. എൻ്റെ ആരോഗ്യത്തിൽ മാത്രം ആശ്രയം വെച്ച് ഞാൻ നിന്ന നാളുകൾ, നീ മുൻപോട്ട് വന്ന ജീവിത സാഹചര്യങ്ങൾ സകലതും നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചായിരിക്കുന്നുവോ? ആ ശത്രുവിന് കീഴടക്കുവാൻ തക്കവണ്ണം ദുർബലമായിരുന്ന നിന്റെ ആരോഗ്യം ആട്ടിൻകുട്ടിയായി എറിയപ്പെട്ടത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായി തിരികെ വന്നതുപോലെ നിന്റെ ആരോഗ്യം തിരികെ വരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് തക്കവണ്ണം ഇന്ന് പകലിൽ സൗഖ്യമാകാം. യേശുവിൻ നാമത്തിൽ താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. സൗഖ്യം വ്യാപരിക്കുന്ന കൃപയ്ക്കായി ആ ബാധ്യതയിൽ പെട്ട് നീ ഇല്ലാതാകുവാൻ തക്കവണ്ണം നിന്റെ നന്മകളെ കവർന്നെടുത്ത ശത്രു അതിനെ അവകാശം പറഞ്ഞ് അടച്ചുറപ്പിച്ചിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ കണ്ണുനീരോടെ നീ കരയുന്ന ഈ രാത്രികൾക്കപ്പുറം നിന്റെ നന്മ ആ ബാധ്യതകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, കടക്കാരിയാക്കി, കടക്കാരനാക്കി, ഒന്നുമില്ലാത്തവനാക്കി നിന്നെ നിർത്തുന്ന യേശുവിൻ നാമത്തിൽ അനേകരുടെ മുമ്പിൽ മറുപടി പറയുവാൻ കഴിയാത്തവണ്ണം തകർന്നവനായി നിന്നെ നിർത്തുന്ന ആ നന്മ അത് തിരികെ വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ ബാധ്യതയിൽ, ആ നഷ്ടപ്പെടലിന് മധ്യത്തിൽ നീ ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എന്തുകൊണ്ട്? അത് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയി, അത് ബലഹീനമായിരുന്നു. ആമേൻ. പലപ്പോഴും നിലവിളിയോടെ, കണ്ണുനീരോടെ ചോദിക്കുന്നുണ്ട്, എന്താ കർത്താവേ എൻ്റെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോയത്? നീ തന്ന വാഗ്ദത്തമാണല്ലോ, നിന്നിലൂടെ ഞാൻ കേട്ടതാണല്ലോ, അതെന്താ നഷ്ടപ്പെട്ടു പോയത്? അത് ദുർബലമായിരുന്നു. അത് ശക്തിയുള്ളതായി, നിന്നെ നിർത്തുന്നതായി, നിന്റെ നിലനിൽപ്പിന് കാരണമായി അത് മടങ്ങി വരുവാൻ പോകുക. അതേ ആ കൈവിടൽ, ആ നഷ്ടപ്പെടൽ, നിന്നെ വേദനിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ വിലാപമാക്കി തീർക്കുന്ന ആ നഷ്ടപ്പെടലിൽ സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. കാരണം ശക്തിയുള്ളതാക്കി അതിനെ എൻ്റെ കർത്താവ് നിനക്ക് തിരികെ തരുവാൻ പോകുക. നീ അത് ശക്തിയുള്ളതായി നിന്റെ നിലനിൽപ്പിന് കാരണമായി സ്വീകരിക്കുവാൻ പോകുന്നത് എൻ്റെ ദൈവം കാണുകയാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒരു ശത്രുവിനും അതിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തേയില്ല. അതേ കുഞ്ഞെ, നിന്റെ വിദ്യാഭ്യാസത്തെ ഇനി ഒരു ശത്രുവിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തേയില്ല. നിന്റെ തൊഴിൽ സാഹചര്യങ്ങളെ ഇനി ഒരു ശത്രുവിനും കൈയാളുവാൻ കഴിയത്തേയില്ല. നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി ഇനി ഒരു ശത്രുവിന്റെ തീരുമാനവും വിലപ്പോകത്തില്ല. അതേ ആ നന്മ, ആ നിലനിൽപ്പ്, ആ സന്തോഷം ശിഷ്യന്മാരുടെ ഗുരു പുറത്തു വരികയാണ്. കല്ലറയെ തകർത്തുകൊണ്ട്, റോമൻ മുദ്രയെ വാല്യൂ ഇല്ലാതാക്കിക്കൊണ്ട്, കയ്യൂക്കിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മടങ്ങി വരുന്നു. എന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് അത് പ്രാപിക്കുവാൻ കഴിഞ്ഞു? 3 കാര്യങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് തിരികെ വരുവാൻ തക്കവണ്ണം അവരെ ആളാക്കി മാറ്റിയ 3 കാര്യങ്ങൾ. ഒന്ന്, ആ നന്മ, കർത്താവായ യേശു ക്രിസ്തു എന്ന നന്മ അത് അവരുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നന്മയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഒരു ഫാസ്റ്റ് അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരെയും പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ഇന്നലകൾ പലതിൻ്റെയും പിന്നാലെ
നന്മയായി തീരുമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിത്തിരിച്ചു. പലതും വിട്ട് ശിഷ്യന്മാർ ഇറങ്ങിത്തിരിച്ചതുപോലെ വള്ളം വിട്ടു, വല വിട്ടു, പ്രിയപ്പെട്ടവരെ വിട്ടു, വേണ്ടപ്പെട്ടവരെ കണ്ടില്ല എന്ന് നടിച്ചു. അവർ ഇറങ്ങിത്തിരിച്ചതുപോലെ അതെ, ഒന്നാമതായി അവർ ആ നന്മ തിരിച്ചറിഞ്ഞ് അതിനു പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാണ്. ആരെങ്കിലും ആ യാത്ര തുടങ്ങിയിട്ടില്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്റെ നന്മയാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം. അങ്ങനെ ദേഷ്യം വരേണ്ട കാര്യമില്ല. വചനം പറയുന്നു സദ്വർത്തമാനം അത് തന്നെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ നിന്ന് ഒരു കോട്ട് എടുത്തുകൊണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുകയാണ്. ബദ്ധന്മാരെ വിടുവിക്കുവാൻ, പീഡിതന്മാരെ സ്വതന്ത്രരാക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച നൽകുവാൻ, നീ ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന അതേ അവസ്ഥയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ, നിന്റെ പീഡനത്തിന് അറുതി വരുത്തുവാൻ, പുതിയ പ്രഭാതങ്ങളെ നിന്റെ ജീവിതത്തിൽ നൽകി വെളിച്ചമുള്ള ലോകത്തിന് നിന്നെ അവകാശിയാക്കുവാൻ, അതേ ഏതൊരുവൻ്റെയും നന്മ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് അവർ കർത്താവിൻ്റെ പിന്നാലെ പോയി. അതേ, കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിക്കേ, പിന്നൊന്നും നീ തേടിപ്പോകേണ്ടി വരത്തില്ല, സകലതും നിന്റെ പിന്നാലെ വരും. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ യുവണ്ണത്തിൽ വിളിച്ചു പറഞ്ഞത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്തുകൊണ്ട്? ഞാൻ യഹോവ എന്ന ഇടയനെ പിന്തുടരുന്നു. രണ്ടാമതായി അവരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ നഷ്ടപ്പെട്ടു പോയ ആ നന്മ, അത് നഷ്ടപ്പെട്ടു പോയിട്ടും അതിനെ ഒരു നോക്കുകൂടെ കാണുവാൻ ആവലോടെ കാത്തിരിക്കുന്നവരായിരുന്നു. അതിരാവിലെ സുഗന്ധവർഗ്ഗങ്ങളുമായി അവർ കല്ലറയുടെ അടുക്കൽ കടന്നു പോവുകയാണ്. തങ്ങളുടെ പ്രിയനായവൻ്റെ ശരീരമെങ്കിലും ഒന്നുകൂടെ കാണുവാൻ നഷ്ടപ്പെടുവാൻ മനസ്സില്ലാതെ, പോയത് പോട്ടെ എന്ന് പറഞ്ഞ് മാറിപ്പോകുവാനല്ല, നഷ്ടപ്പെടുവാൻ മനസ്സില്ലാതെ അതെനിക്കുള്ളതാണ്, എനിക്കെൻ്റെ കർത്താവ് തന്നതാണ്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്റെ നന്മ നിന്നെ നിലനിർത്തുമാറാക്കിയ ആ അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. മൂന്നാമതായി നിങ്ങൾക്കുള്ള ഗുണം തന്നെ, അവർ ഭയന്ന് കണ്ണുനീരോടെ കാത്തിരിക്കുകയായിരുന്നു. യേശുവിൻ നാമത്തിൽ ഇനി എന്തെന്നറിയാതെ ഭയന്നവരുടെ കൂട്ടം, നന്മ തിരിച്ചറിഞ്ഞിറങ്ങിത്തിരിച്ചവരുടെ കൂട്ടം, നഷ്ടപ്പെട്ടു പോയിട്ടും അതിനെ വിട്ടുകളയുവാൻ മനസ്സില്ലാത്തവരുടെ കൂട്ടം ആ നന്മയെ തിരികെ പ്രാപിച്ചു. തുടർന്ന് വേഗത്തിൽ വരാം, ഇനി ശത്രുക്കളുടെ ഭാഗത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. വളരെ ചെറിയൊരു പ്രദേശത്ത് 3 ഗ്രാമങ്ങളിൽ ഒതുങ്ങി നിന്ന ആ വെളിച്ചത്തെ വലിയ ശക്തിയോടെ അവർ ഊതിക്കെടുത്തുവാൻ ശ്രമിച്ചു. ഊതിക്കെടുത്തി അതിലവർ സന്തോഷിച്ചു. പക്ഷേ അവർ തിരിച്ചറിഞ്ഞില്ല, 2 രാത്രികൾ സന്തോഷത്തിൻ്റെതായി അവർക്കൊപ്പമുണ്ടായിരുന്നു. 3-ാമത്തെ പ്രഭാതം ആ തീ കാട്ടുതീയായി പടർന്ന് കത്തുവാൻ തുടങ്ങി. യേശുവിൻ നാമത്തിൽ എവിടെ അതിനെ അവസാനിപ്പിച്ച് കളയാം, എവിടെ അതിനെ ഇല്ലാതാക്കി തീർക്കാമെന്ന് ശത്രു പദ്ധതി ഒരുക്കിയോ അവിടെ നിന്ന് അത് പടർന്ന് കത്തുവാൻ തുടങ്ങി ലോകത്തിൻ്റെ അറ്റത്തോളം. യേശുവിൻ നാമത്തിൽ അതേ സഹോദരൻ, നിന്നോട് തന്നെ ഏറ്റെടുക്ക്, പ്രാർത്ഥിക്കുക. എവിടെ നീ തുടങ്ങിയ നിന്റെ ബിസിനസ്സിന് നന്മയായി തീരുമെന്ന്, അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന്, നിനക്ക് നിന്റെ കുടുംബത്തിന് മുൻപോട്ടുള്ള ജീവിതത്തിന് അതേ അനുഗ്രഹമായി തീരുമെന്ന് കണ്ട് നീ തുടങ്ങിയതിനെ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു പദ്ധതി ഒരുക്കുന്നുവോ, അതിനെ ഊതിക്കെടുത്തിയെന്ന്, അതിനെ ഇല്ലാതാക്കിയെന്ന്, നിന്നിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് സന്തോഷിക്കുന്ന ആ ശത്രു അതിൻ്റെ വളർച്ച കാണുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ ശത്രു ചിരിക്കുന്നുണ്ട്. നിന്റെ ആ നന്മയെ അവൻ കവർന്നെടുത്തു, നിന്റെ തൊഴിലിനെ അവൻ ഇല്ലാതാക്കി, നിന്റെ സമാധാനം, നിന്റെ സ്വസ്ഥതയെ അവൻ നഷ്ടപ്പെടുത്തി, നിന്റെ ഭർത്താവിനെ നിന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ചെടുത്തു, നിന്റെ ഭാര്യയെ അവകാശം പറഞ്ഞ് ഒപ്പം ചേർത്തു, തലമുറകളെ അതേ അവൻ പിടിച്ചു വാങ്ങി. യേശുവിൻ നാമത്തിൽ ആ ശത്രു സന്തോഷിക്കുന്നുണ്ട്. അതേ ആ സന്തോഷത്തിന്റെ ആയുസ് തീരുക യേശുവിൻ നാമത്തിൽ. ആ നന്മ നിന്നെ തേടി തിരികെ വരുന്ന ആ അനുഗ്രഹം നിന്റേതായി മാറുന്ന, അത് ആളി പടരുവാൻ തക്കവണ്ണം വർദ്ധിച്ചു വരുന്ന പ്രഭാതത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ചു നടത്തുവാൻ പോകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, എവിടെ അതിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു, അതേ മാതാവേ നിന്റെ തലമുറകളെ എവിടെ ഇല്ലാതാക്കി തീർക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുന്നു, അവിടെ നിന്ന് അതിൻ്റെ പേരുയരുവാൻ പോകുക. ഓ താങ്ക് യു ജീസസ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവിടെ അത് ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അതേ നിന്റെ വിശ്വാസത്തെ ആ ഭവനത്തിനകത്ത് നിന്നിലൂടെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അതേ ശത്രു അവൻ കാണുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. പലപ്പോഴും അവൻ വിജയിച്ചതാണ്. നിന്റെ പ്രാർത്ഥനയെ നിർത്തിപ്പിച്ചു, നിന്റെ ആത്മീയ ജീവിതത്തെ ബന്ധിച്ചു, ഒന്നിനും കഴിയാത്തവളാക്കി നിന്നെ മാറ്റിയെന്ന് ശത്രു സന്തോഷിക്കുമ്പോൾ അവന് സന്തോഷത്തിൻ്റെ രാത്രികളും നീ കരഞ്ഞു തീർക്കുന്ന രാത്രികളും അപ്പുറം ഒരു പ്രഭാതമുണ്ട്. അവൻ ദുഃഖിക്കുവാൻ പോകുകയാണ്. നിന്റെ ആത്മീയ ജീവിതത്തെ നിന്നിലൂടെ നിന്റെ ഭവനത്തിൽ അവസാനിപ്പിച്ചു എന്ന്, ആ ദീപം മറ്റൊന്നിലേക്ക് കത്താതെ വിധത്തിൽ അതിനെ അവസാനിപ്പിച്ചു എന്ന് സന്തോഷിച്ച് വെല്ലുവിളിക്കുന്ന ശത്രു കരയുവാൻ പോകുക യേശുവിൻ നാമത്തിൽ.
അതാളിക്കത്തുവാൻ പോവുകയാണ്. നിന്നിൽ നിന്ന് നിന്റെ തലമുറകളിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ബന്ധുക്കളിലേക്ക് യേശുവിൻ നാമത്തിൽ നീ അറിഞ്ഞ ആ സത്യ വെളിച്ചം കാട്ടുതീയായി പടർന്ന് കത്തുവാൻ പോവുക. അതേ പ്രിയരെ, വിശ്വാസത്തെയും വിശ്വാസിയെയും ഒതുക്കുവാൻ, ഞെരുക്കുവാൻ കഴിയത്തേയില്ല. സംശയമുണ്ടെങ്കിൽ ഫറവോനോട് ചോദിക്കുക. ഫറവോൻ പറയും, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, ഈ ജനം പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ച് പെരുകി വന്നു. യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ജനം അത് അങ്ങനെ തന്നെ. എത്രമാത്രം ശത്രു അതിനെ പീഡിപ്പിക്കുമോ, ഈ ദിവസങ്ങളിൽ നീ ഏൽക്കുന്ന പീഡനം എന്തിനെന്ന് ചിന്തിച്ച് ചോദിച്ച് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ തിരിച്ചറിയുക, മുൻപിൽ നിനക്കൊരു വർധനവുണ്ട്. ശത്രു നിന്നെ പീഡിപ്പിക്കുന്നു, നീ വർദ്ധിച്ചു വരുന്നു. യേശുവിൻ നാമത്തിൽ ആ വർധനവ് ശത്രുവിനെ ഭയപ്പെടുത്തുന്നവനാക്കി നിന്നെ മാറ്റും. ഇന്നലകളിൽ നീ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടവനായിരുന്നുവെങ്കിൽ അതേ അവൻ്റെ ഉപദ്രവം മുഖാന്തരം നീ വർദ്ധിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർ വർദ്ധിച്ചത്? അതിനെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്. അവരുടെ കണ്ണുനീർ, അവരുടെ നിലവിളി ഞാൻ കേട്ടു. സ്വർഗത്തിലെത്തുവാൻ തക്കവണ്ണം അവർ കരഞ്ഞു, നിലവിളിച്ചു. ആ നിലവിളി അവരെ വർദ്ധിപ്പിച്ചവരാക്കി, അവരെ പുറത്തു കൊണ്ടുവരുവാറാക്കി മാറ്റിയെങ്കിൽ ഈ പകലിലും പ്രിയരെ, പ്രാർത്ഥിക്കുവാൻ, നിലവിളിക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ പിടിച്ചടക്കുവാൻ ഒരു ശത്രുവിൻ്റെ പദ്ധതികൾക്കും കഴിയത്തേയില്ല. ഇനി മൂന്നാമതായി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം. ആ തള്ളിക്കളയലിൻ്റെ, കൈവിടലിൻ്റെ ഇരയായി തീർന്നവൻ, പിതാവായ ദൈവം തന്നെ ആരുടെ ഇഷ്ടം നിവർത്തിക്കുവാനാണോ താൻ ഈ ഭൂമിയിൽ കടന്നു വന്നത്, സമത്വം മുറുകെ പിടിക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ പാപത്തിൽ ദാസന്മാരായി തീർന്ന മനുഷ്യരൂപമെടുത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇവിടെയും അവൻ മടികൂടാതെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. എന്നാൽ പെട്ടെന്ന് സകലതും മാറി മറിഞ്ഞു. ആ ക്രൂശിന് മുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിലവിളി നാം കേൾക്കുകയായി. ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഒത്തിരി തവണ അതേ നിലവിളിയോടെ, കണ്ണുനീരോടെ നിങ്ങൾ ചോദിച്ച ചോദ്യം, എന്താ കർത്താവേ നീ കണ്ണുനീർ കാണുന്നില്ലേ? നീ വേദന അറിയുന്നില്ലേ? നിൻ്റെ വാക്ക് കേട്ട് നിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. എൻ്റെ ഇഷ്ടത്തിനേക്കാളുപരി നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ചു. എന്നാൽ നീയും എന്നെ കൈവിട്ടുപോകും. സകലരും എന്നെ കൈവിട്ട സ്ഥാനത്ത്, സകലരും എന്നെ ഒഴിവാക്കിയ സ്ഥാനത്ത്, അമ്മേൻ, തിരിച്ചറിയ ആ നിലവിളിക്ക് ഒരു അറുതിയുണ്ട്. 2 രാത്രികൾ, അതിനപ്പുറം ഒരു ഉയർപ്പിൻ്റെ പ്രഭാതം. പറഞ്ഞത് കൂടുതലാണ്. 3 രാവും 3 പകലും മനുഷ്യപുത്രൻ കല്ലറയ്ക്കുള്ളിലായിരിക്കേണ്ടതാകുന്നു. ആരെപ്പോലെ? യോനായെപ്പോലെ. പറഞ്ഞത് നീളം കൂടുതലാണ്, എന്നാൽ കാര്യത്തിൽ അത്രയില്ല. വെറും 2 ദിവസം, 2 രാത്രിയും 2 പകലും, 3-ാം നാൾ പ്രഭാതം. അതേ മടങ്ങി വരവിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രഭാതം അത്രേ. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്പകാലത്തേക്കായി ഞാൻ നിന്നെ കൈവിട്ടു, സദാകാലത്തേക്കായി ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. യേശുവിൻ നാമത്തിൽ. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കൈവിടപ്പെട്ടവളായി, തള്ളപ്പെട്ടവളായി, ദൈവം പോലും കൈവിട്ടു എന്ന് വേദനയോടെ, നിരാശയോടെ ആയിരിക്കുന്നുവോ? തിരിച്ചറിയ്, സദാകാലത്തേക്കായി നിന്നെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവം, ഒരു ശത്രുവിനും പിടിച്ചടക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിൻ നാമത്തിൽ. പീലാത്തോസിൻ്റെ കൽപ്പനകൾക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത, റോമൻ പടയാളികൾക്ക് അവരുടെ ഉരുക്ക് മുഷ്ടി കൊണ്ട് തടഞ്ഞു നിർത്തുവാൻ കഴിയാത്തവനായി, കല്ലറയെ പൊളിച്ചു റോമൻ മുദ്രയെ അപ്രസക്തമാക്കി അവൻ പുറത്തു വന്നു എങ്കിൽ, അവന് ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, ഈ കൈവിടലിൽ, ഈ തള്ളപ്പെടലിൽ നീ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ലോകം നീ അവസാനിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നിനക്കൊരു പുതിയ തുടക്കം നൽകുവാൻ, നിന്നെ തിരികെ കൊണ്ടുവരുവാൻ മതിയായവനായ ദൈവം ഇന്ന് പകലും നിനക്കൊപ്പമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. അല്പകാലത്തേക്കായി തള്ളിക്കളഞ്ഞവൻ സദാകാലത്തേക്കായി ഒരു ശത്രുവിനും പിടിച്ചടക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ നിന്നെ ചേർത്തുകൊള്ളും. അതേ പ്രിയരെ, ഓരോ കൈവിടലുകളും, ഓരോ തള്ളിക്കളയലിൻ്റെ അനുഭവങ്ങളും തിരസ്കരണങ്ങളും നിന്നെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് നിന്നെ ശക്തനാക്കി മാറ്റുകയാണ്. നമ്മുടെ കർത്താവ് തന്നെ അതിന് മുന്നുദാഹരണമായിരിക്കുമ്പോൾ നീ ഒരു വിശ്വാസിയാണെങ്കിൽ ആ ജീവിതം തന്നെ നിൻ്റെ ജീവിതത്തിലും പ്രതിഫലിക്കും. കാരണം നീയും ഉയർക്കപ്പെടേണ്ടവനാണ്. ആത്മീയമായി, ഭൗതികമായി നീ ഉയർക്കപ്പെടേണ്ടവനാണ്. ഉയർപ്പ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി അല്പകാലത്തെ തള്ളിക്കളയൽ, ആ തള്ളിക്കളയലിൽ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു അതേ ഉയർപ്പിന് തക്കവണ്ണം പ്രാപ്തനായി മാറിയത്? വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായി കഴിയും. അവൻ ഗത്ശമനയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു. അവൻ ഗത്ശമനയിൽ പ്രാർത്ഥിച്ചു. തുടങ്ങിയത് ഇങ്ങനെയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിത്തരണമേ.
പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന് മനസ്സിലായി അത് കടലല്ല, കഷ്ടതയുടെ കടലല്ല എനിക്ക് മുൻപിലുള്ളത്, അത് പാനപാത്രമാണ്. കുടിച്ചാൽ വറ്റിപ്പോകും. ഇരിക്കും തോറും അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കുടിക്കുവാൻ അവൻ തയ്യാറായി. ഈ കഷ്ടതയിലൂടെ കടന്നു പോകുവാൻ നീ തയ്യാറാകും. ഓടി ഒളിച്ചതുകൊണ്ട് കാര്യമില്ല. ലോകമെങ്ങും അതേ ഈ പ്രതികൂലം ആഞ്ഞടിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും അത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. ആ അവസ്ഥയിൽ നീ ആയിരിക്കുമ്പോൾ ആ പാനപാത്രം സ്തോത്രം കുടിക്കുവാൻ നീ തയ്യാറാകുക. അതിനൊരു അറുതിയുണ്ട്. ആമേൻ. അത് തിരിച്ചറിയുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. അവൻ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട്? കർത്താവായ യേശു ക്രിസ്തു കൈവിടപ്പെട്ടിട്ടും ഉയർത്തു. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി തന്നെ ഏൽപ്പിച്ചു. തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പ്രലോഭനത്തെ അവൻ അതിജീവിച്ചു. ഉറങ്ങുന്ന ശിഷ്യന്മാർ, തളർന്ന് മരണഭയത്തിലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, എന്തൊരു സന്തോഷമാലേ! വേദനയാ, പിടിച്ചു നിൽക്കുവാൻ വയ്യ. ഇനി എങ്ങനെയെങ്കിലും ബോധമില്ലാതെ കിടന്നുറങ്ങാം. ചിലർ മദ്യപിക്കുന്നു, ചിലർ മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ആ വേദനയെ ലഘൂകരിക്കുവാൻ ഉറക്കമെന്ന ആ പ്രലോഭനം. ഉണർന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. ഈ സമയങ്ങൾ പ്രാർത്ഥനയുടേതാവട്ടെ. നിനക്ക് മുമ്പിൽ ഒരു ഉയർപ്പുണ്ട്. ഈ കൈവിടലിൻ്റെ അനുഭവത്തിൽ നിന്ന്, ഈ നഷ്ടപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് ഒരുക്കിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ആ പ്രലോഭനത്തെയും കർത്താവ് അതിജീവിച്ചു. ക്രൂശിൽ അവൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. പ്രാർത്ഥന നിൻ്റെ കുറവുകളെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കി ഒരു പുതിയ മനുഷ്യനാക്കി നിന്നെ മാറ്റും. ഒരു തിരിച്ചറിവ്, ഇന്നലകളിൽ വന്ന വീഴ്ചകൾ, കുറവുകൾ കൈവിടപ്പെടലിന് കാരണമായി എന്ന് ചിന്തിക്കത്തക്ക അളവിൽ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പ്രാർത്ഥന അതിനൊരു നല്ല മരുന്നാണ്. പ്രാർത്ഥിക്കുക. നീ കഴുകി ശുദ്ധീകരിക്കപ്പെടും. ഉയർപ്പിന് നീ പ്രാപ്തനായി മാറും. കർത്താവ് തന്നെ ഏൽപ്പിച്ചു. അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഒരു കല്ലറയ്ക്ക്, ഒരു പാതാളത്തിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധം, മരണം എത്തി നോക്കുവാൻ മടിക്കും വിധത്തിൽ ദൈവം അവനെ ഉയർപ്പിച്ചുവെങ്കിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ തിരിച്ചറിയ്, ഈ കൈവിടപ്പെടൽ ഒന്നിൻ്റെയും അവസാനമല്ല. ആമേൻ. ചിലതിൻ്റെ ആരംഭമാണ്. ചില പുതിയത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ അവഗണന ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, പൈസ ഇല്ലാതായി തീർന്നപ്പോൾ, ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആർക്കും വേണ്ട. ഇന്നലെയൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അപ്പനും വേണ്ട, ഭർത്താവും വേണ്ട, ഭാര്യയും വേണ്ട, വേണ്ടാത്തവനായിത്തീർന്നു. ആർക്കും വേണ്ട. അതിനിടയിൽ ദൈവവും കൈവിട്ടോ എന്ന നിലയിൽ ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. വിലാപമാണ്. സ്വർഗം സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്തെന്ന്? ഒരു ശത്രുവിനും ഒരു കല്ലറയ്ക്കും ഒതുക്കി വയ്ക്കുവാൻ കഴിയാത്തവനായി നീ പുറത്തു വരണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുക. അതിനുവേണ്ടി അവൻ സന്തോഷിക്കുന്നു. ഈ സമയത്തെ പ്രയോജനപ്പെടുത്ത്. ദൈവസനയിൽ പ്രാർത്ഥിക്കുക. അവഗണനയിൽ തകർന്നു പോകാതെ, കൈവിടലിൽ മാറി നിൽക്കാതെ ദൈവത്തിൻ്റെ സനയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ഉയർപ്പ് നിൻ്റെ ജീവിതത്തിലുണ്ട്. നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്ന ദൈവം ഉയർപ്പിനായി അല്പസമയം നിന്നെ കൈവിട്ടിരിക്കുന്നു. അവൻ നിന്നെ ചേർത്ത് പിടിക്കും സദാകാലത്തേക്കുമായി. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കത്തില്ലല്ലോ. അതുപോലെ ഞങ്ങളെ പരിചയപ്പെടുത്തുവാനും കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായി നല്ല പകലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എനിക്കൊപ്പം ഇന്ന് പകലിലായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം എഴുതപ്പെട്ട ആത്മാവിനാൽ കേൾക്കുവാൻ, ഏറ്റെടുക്കുവാൻ ഈ ജനത്തെ ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലിസ്ഥലത്ത് നന്മകൾ നഷ്ടപ്പെട്ടവരായി, കഴിയൊഴിയപ്പെട്ടവരായി, സഹായികളില്ലാതെ തകർന്നായിരിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ സ്തോത്രം കർത്താവേ, ആ നന്മകൾ അവർ തിരികെ പ്രാപിക്കട്ടെ. അവരുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായിരിക്കുന്ന ജോലി തിരികെ ലഭിക്കട്ടെ. സാമ്പത്തിക വഴികൾ അവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ശത്രു അടച്ചു കളഞ്ഞത് ശക്തമായ ഉറവകളായി തുറന്നു വരട്ടെ. എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കൊറോണ മുഖാന്തരം, വെള്ളപ്പൊക്ക മുഖാന്തരം ദുരിതം അനുഭവിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ആ നഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഉറ്റവർ, വേണ്ടപ്പെട്ടവർ, ബന്ധുക്കൾ നഷ്ടപ്പെട്ട് കരയുന്നവർക്ക് ആശ്വാസമായി ഇന്ന് പകൽ എൻ്റെ ദൈവം അങ്ങ് മാറണമേ. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിമാറട്ടെ. ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം കർത്താവേ. ആമേൻ. എൻ്റെ ദൈവം അങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഇനി ചേരുവാൻ കഴിയാത്ത വിധം പിരിഞ്ഞു എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ
തിരികെ വരട്ടെ. ഭാര്യമാർ തിരികെ വരട്ടെ, ഭർത്താക്കന്മാർ തിരികെ വരട്ടെ. യേശുവിൻ നാമത്തിൽ കുടുംബത്തിൽ അസ്വസ്ഥത, സമാധാനം, സന്തോഷം തിരികെ വരട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ആമേൻ. സ്തോത്രം കർത്താവേ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. യാത്രാ തടസ്സങ്ങൾ മാറട്ടെ. സ്തുതിക്കുന്ന കർത്താവേ. കടന്നു പോകുന്നിടത്തൊക്കെയും ഈ ജനത്തെ ജയം നൽകി അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കും. കൂടിരുന്ന് പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഒരു പ്രാർത്ഥന വിഷയമായി ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നു, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങളും ഒപ്പമുള്ളവരും പറഞ്ഞ് അയ്യോ പോയി സകലതും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചായിരിക്കുന്നു. ഉയർപ്പ് കൺമുമ്പിലുണ്ട്. ആ ഉയർപ്പിലേക്ക് നിങ്ങളെ നടത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. നാളെ പകലും ദൈവം അനുവദിച്ചാൽ മറ്റൊരു വിഷയവുമായി ഒരുമിച്ച് കാണുമ്പോഴേക്കും ശുഭദിനം.